വീണ്ടും ഒരു ഐഫോണിലേക്ക് പോവുകയാണ്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു ഐഫോൺ ഗൈസ്, 11,000 രൂപയുടെ 10,000 രൂപയ്ക്ക് ഒരു ഐഫോൺ 11 എവിടെയെങ്കിലും കിട്ടുമോ ഗൈസ്? അപ്പൊ ഇത് 128 സ്റ്റോറേജ് വരുന്ന ഒരു ഐഫോൺ 11 ആണ്. എല്ലാം ഒറിജിനൽ. ബാറ്ററി ഹെൽത്ത് വന്നിട്ട് 94 എന്തേ ഉള്ളൂ. നമ്മുടെ സഹോദരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. സാധനം പുള്ളി വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സാധനം. ക്ലീൻ പീസ് കേട്ടാ, അത് രസമല്ലേ കാണാൻ? വൈറ്റ് പീസാണ്. ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം പക്ക വർക്കിംഗ് ആണ്. ഇതില് 10,000 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ എന്തോ ഇല്ലേ, 10,000 രൂപയ്ക്ക് കൊടുക്കേണ്ട കാരണം എന്താണെന്ന് നോക്കാമേ. ബോഡി കണ്ടീഷൻ എല്ലാം കൊള്ളാം. പുതിയ സാധനമാണ് കേട്ടോ, പുതിയതല്ല, യൂസ്ഡ് സാധനമാണെങ്കിലും ഇതിന്റെ ബോഡി കണ്ടീഷൻ കുഴപ്പമില്ല. ഒരു സ്ക്രീൻ ഗാർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പൗച്ച് ഉണ്ടായിരുന്നു ഇല്ല അല്ലേ? പൗച്ചില്ല ഗൈസ്. ഇത് വന്നിട്ട് റീസെറ്റ് ചെയ്തതാണ് സംഭവം. ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്ഡേറ്റ് ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം റീസെറ്റ് ചെയ്തതില് പകുതി വെച്ചെന്തോ എററായി പോയി എന്നാണ് പറയുന്നത്. അപ്പൊ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. റീസെറ്റ് ചെയ്തപ്പോ എന്റെ ഫയൽ എന്തോ മിസ്സായി പോയി. അങ്ങനെ ഇത് ബൂട്ടായി കയറുന്നില്ല. ഇതിൽ ഐക്ലോഡ് കാര്യങ്ങളൊന്നും ഇല്ല സംഭവം. ഇത് മെനു ഇങ്ങനെ ബൂട്ടായി മെനുവിലോട്ട് പോകുന്നില്ല. വൈഫൈ കണക്ട് ആവുന്നുണ്ട്, കണക്ട് ആയി ബൂട്ടായി പോകുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ പണിയുണ്ട്. 10,000 രൂപയ്ക്ക് എടുത്താലും സോഫ്റ്റ്വെയർ ചെയ്യേണ്ടി വരും. അങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്ത് ഇത് എടുക്കാൻ ഉള്ള വകുപ്പുണ്ടാകും നിങ്ങൾക്ക്. 10,000 രൂപയ്ക്ക് കൊള്ളാല്ലേ ഐഫോൺ 11. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 11 ലാഭമാണെന്ന് തോന്നുന്നു. 10,000 രൂപയ്ക്ക് 128 സ്റ്റോറേജേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇത് അപ്ഡേറ്റിന്റെ വിഷയം മാത്രമേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. സാധനം ഡിസ്പ്ലേ എല്ലാം പക്കയാണ്, ബാറ്ററിയും പക്കയാണ്, ചാർജും പക്കയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്ഡേറ്റ് വിഷയമാണ്. അപ്പൊ അപ്ഡേറ്റിന്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വാങ്ങി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. 10,000 രൂപയ്ക്ക് വാങ്ങണം എന്നുള്ളൊരു എന്റെ നമ്പറിൽ വിളിക്കും. പിന്നെ ഒരു ഐഫോണിലെന്ന് പറഞ്ഞാൽ ഐഫോൺ XR ഉണ്ട്. ഇതും വില കുറവാണ് കേട്ടോ. ഐഫോൺ XR ഗൈസ് 11 രൂപ പ്രൈസ് വരുന്ന ഐഫോൺ XR ഗൈസ് കിട്ടത്തില്ല. 11 രൂപയ്ക്കൊന്നും പ്രൈസ് കിട്ടത്തില്ല. അത് ഓണാവുന്നില്ലേ ഗൈസ്? നീ അടുത്ത വീഡിയോ ഇട്ട് വരാമേ. ഓണാവുന്നില്ല ഇത് വന്നിട്ട് 120 സ്റ്റോറേജ് പറഞ്ഞ ഡിസ്പ്ലേ ചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു XR ആണ് മോഡല്. ഇതും കൊള്ളാം സാധനം. ബോഡി എല്ലാം അത്യാവശ്യം കൊള്ളാം. ഇത് ഫുൾ വർക്കിംഗ് ആണ് കേട്ടോ. വേറെ ഡിഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഡിസ്പ്ലേ മാറി എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. അപ്പൊ ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. 120 സ്റ്റോറേജ് ഉണ്ട്, 84 എന്തോ ബാറ്ററി എടുത്തുണ്ട് ഗൈസ്. 11 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഗൈസ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ 2 ഐഫോൺ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവരുണ്ട്, ഒരുപാടുണ്ട് അല്ലെ. ആ ഡിസ്പ്ലേ മാറിയതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി, ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അങ്ങ് പോയി. ഒരു നല്ലൊരു സൗന്ദര്യ ബോധം അങ്ങ് പോയി. അല്ലേ, സാധനം കൊള്ളാം. ക്യാമറ വർക്കിംഗ് ഒക്കെയാണ്, എന്നാലും നല്ലൊരു ക്വാളിറ്റി ഇല്ലാതായി പോയി ഗൈസ്. അത്രേ ഉള്ളൂ. വലിയ വിഷമമായി പോയി. ക്യാമറ കൊള്ളാം കേട്ടാ, സെൽഫിയും കൊള്ളാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. രണ്ട് ഐഫോൺ ഗൈസ്. അപ്പൊ വീണ്ടും വേറെ വീണ്ടും വീഡിയോ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യും. ബൈ.